ഏപ്രിൽ 10 എന്താണ് പരിപാടി എന്നുള്ളൊരു കാര്യം ചോദിച്ചുകൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നത്. ഏപ്രിൽ 10-ാം തീയതി 4 പ്രധാനപ്പെട്ട സിനിമകൾ ആണ് ഇറങ്ങാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന മമ്മൂക്കയുടെ പടം വരുന്നുണ്ട്, അജിത്തിന്റെ പടം വരുന്നുണ്ട്, ബേസിൽ ജോസഫിന്റെ പടം വരുന്നുണ്ട്, നസ്ലിന്റെ പടം വരുന്നുണ്ട്, ആലപ്പുഴ ജിംഖാന ഡ്രൈവർ ചേട്ടൻ പടം, ഖാലിദ് റഹ്മാൻ പടം, മരണമാസ് എന്ന് പറയുന്ന ടോവിനെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പടം, ബസൂക്ക എന്ന നമ്മുടെ സ്വന്തം മെഗാ സ്റ്റാറിന്റെ വലിയൊരു പടം, ആൻഡ് ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന അജിത് പടം. 4 പടങ്ങളും ഇതിനകത്ത് ഏത് പടം നിങ്ങൾ ആദ്യം കാണുന്നുള്ളൊരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. 2 പടങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് പടങ്ങളായിരിക്കും നിങ്ങൾ കാണുക എന്നുള്ളൊരു കാര്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ തുടങ്ങുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത് ഇത്രയധികം പടങ്ങളുടെ ഒരു കോമ്പിനേഷൻ, അത് തിയേറ്ററിൽ പോയിട്ട് കാണാൻ മാത്രം തോന്നിക്കുന്ന തരത്തിലുള്ള 4 പടങ്ങൾ ഇങ്ങനെ അടുത്തൊന്നും വന്നേക്കുന്നതായിട്ട് എനിക്ക് ഓർമ്മയിലില്ല. ഞാൻ ഓരോ സിനിമകളുടെയും ട്രെയിലേഴ്സുകൾ കണ്ടായിരുന്നു. റിയാക്ട് ചെയ്യാന്നുള്ളൊരു കാര്യം ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നി. എല്ലാം കൂടി വെച്ചുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഫസ്റ്റ് തന്നെ പറയാന്നുള്ളൊരു കാര്യം ചിന്തിച്ചു. സംഭവത്തിലേ ഉള്ളൂ. ഞാൻ ആദ്യം തന്നെ കണ്ട ഒരു ട്രെയിലർ എന്ന് പറയുന്നത് നമ്മുടെ ബസൂക്ക എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ ആയിരുന്നു. നമുക്കറിയാം, മമ്മൂക്കയുടെ ഒരു കിട്ടിലൻ ലുക്ക് ഉള്ള ഒരു പടം. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. മമ്മൂക്കയുടെ ഒരു വേറെ ലെവൽ ലുക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ ലുക്സ്, ആ ഡ്രസ്സിങ് എല്ലാം ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദി നോബഡി എന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നു. എനിക്ക് ഈ നോബഡി എന്ന് കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ഇംഗ്ലീഷ് മൂവി ഉണ്ട്, നോബഡി എന്ന് പറഞ്ഞിട്ട്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കുക. അന്തമാതിരി സാധനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ, ഇത് വേറെ ലെവലാണ്. ജോൺ വിക്ക് ഒക്കെ പോലത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു സ്റ്റഫാണത്. സോ മമ്മൂക്കയുടെ നോബഡി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറെ കുറിച്ച് ഞാൻ നോക്കുന്ന സമയത്ത് ഒരു കാര്യം കാണാൻ സാധിച്ചായിരുന്നു. ഇതിന്റെ ഒരു സ്റ്റോറിനെ കുറിച്ചുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള ഒരാൾ, അദ്ദേഹം ഒരു കോപ്പും കൂടി ഒത്തുചേർന്നുകൊണ്ട് ഒരു സൈക്കോപാത്ത് ആയിട്ടുള്ള ഒരു കില്ലറിനെ തേടി നടക്കുന്ന, അവർക്ക് വേണ്ടി നടത്തുന്ന ഒരു സംഭവമാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതായത് സൈക്കോപാത്ത് ഈ പറയുന്ന പോലീസിന് ഒരു വെല്ലുവിളി ആയിട്ടുണ്ടാവാം, ഒപ്പം തന്നെ ഈ പറയുന്ന മമ്മൂക്കയുടെ കഥാപാത്രത്തിനും ഒരു വെല്ലുവിളി ആയിട്ടുണ്ടാവാം. ബസൂക്ക എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മിലിറ്ററിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ആയുധമാണ്, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ആയുധമാണ്. സോ ഈ ഒരു പേരാണ് ഇതിന്റെ ഒരു ഇമ്പാക്ട്, ഇയാളുടെ ഇമ്പാക്ട് കാണിക്കാനായിട്ടായിരിക്കും ഒരുപക്ഷെ ആ ഒരു പേരിട്ടിട്ടുണ്ടാവാം. സോ ബസൂക്ക എന്ന് പറയുന്ന സിനിമ കാണാനായിട്ട് ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചായിരിക്കുന്നത്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു. ആലപ്പുഴ ജിംഖാനയുടെ ഒരു സ്റ്റോറി ലൈൻ ഇതിന്റെ ഡയറക്ടർ തന്നെ ഒരു വേദിയിൽ വെച്ച് ഒരു ഇന്റർവ്യൂയുടെ ടൈമിൽ തുറന്നു പറയുന്നുണ്ടായിരുന്നു. എനിക്കത് കേട്ട സമയത്ത് അയാളുടെ ഒരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ ഏതൊരു സിനിമയെ കുറിച്ചും നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സിനിമ കണ്ടു മാത്രം മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്ന സ്ഥാനത്തുനിന്ന് ഇദ്ദേഹം പറഞ്ഞ വളരെ ലൈറ്റ് ആയിട്ടുള്ള സിനിമയാണത്. +2 പഠിക്കുന്ന കുട്ടികൾ ഡ്രോപ്പ് ആവുന്ന സമയത്ത്, അവർ എക്സാം പാസ്സാവാതിരിക്കുന്ന സമയത്ത്, എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ടും മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടും സ്പോർട്സ് കോട്ടയിലൂടെ, അതായത് എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസുകൾ ചെയ്ത് സ്റ്റേറ്റ് ലെവലിൽ മത്സരിച്ച് ഒരു 10-60 മാർക്ക് നേടിക്കൊണ്ട് ജയിക്കാമെന്നുള്ളൊരു കാര്യം പ്ലാൻ ഇട്ടുകൊണ്ട് പോകുന്നു. അവിടെ വെച്ച് അവര് കിക്ക് ബോക്സിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി അവരെടുക്കുന്നു. അങ്ങനെ അതിനുവേണ്ടി നടത്തുന്ന ഒരു പരിപാടി, കിക്ക് ബോക്സിംഗ് ഒക്കെ ആയിട്ട് അത് വളരെ ലൈറ്റ് ആയിട്ട് കൊണ്ടുപോയതിനു ശേഷം പിന്നീട് അത് വളരെ സീരിയസ് ആയിട്ട് മാറുന്ന ഒരു സിനിമ എന്നുള്ള രീതിക്കായിരുന്നു പറഞ്ഞായിരുന്നത്. ഞാൻ അതിനെക്കുറിച്ച് റൂമർ കേട്ടായിരുന്നു. ഈ സിനിമയിൽ ഒരു സ്ട്രീറ്റ് ഫൈറ്റ് ഉണ്ടെന്നുള്ളൊരു കാര്യം കേട്ടായിരുന്നു. അതായത് ഈ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമയുടെ ഒരു സംഭവം കണ്ട സമയത്ത് തന്നെ, ട്രെയിലറൊക്കെ കണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നല്ല ഉഗ്രൻ ഇടിയിരിക്കുന്ന നല്ല കിടിലം പിള്ളേരാണ്, ഒക്കെ നല്ല കിടിലം പിള്ളേരാണ്. ആ പിള്ളേരുടെ ഒരു സ്ട്രീറ്റ് ഫൈറ്റ് ഈ സിനിമയ്ക്കകത്തുണ്ട്. പ്രൊഫഷണൽ ആയിട്ടുള്ള കിക്ക് ബോക്സേഴ്സിന്റെ ഒപ്പം ഉള്ളൊരു സ്ട്രീറ്റ് ഫൈറ്റ് ഈ ഒരു സിനിമയിൽ ഉണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. സോ അത് കാണാനായിട്ട് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. കാരണം തല്ലുമാല ടീമിന്റെ ഭാഗത്തുനിന്ന് ഒരു കിക്ക് ബോക്സിംഗ് സംഭവം വരുന്ന സമയത്ത് അതിന്റെ മേക്കിംഗ് എങ്ങനെയായിരിക്കും, അതിന്റെ തിയേറ്ററിക്കൽ ഒരു എഫക്ട് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യം കാണാനായിട്ട് ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ്. ഐ മീൻ മേക്കിങ്ങിന്റെ കാര്യത്തിൽ ഖാലിദ് റഹ്മാന്റെ പടങ്ങൾക്ക് ഒരു വേറെ വൈബ് ഉണ്ട്. അതൊരു പ്രത്യേക രസമാണ് കണ്ടിരിക്കാനായിട്ട്, തിയേറ്ററിൽ പ്രത്യേകിച്ചും. ഈ തല്ലുമാല സിനിമയുടെ ഒക്കെ സ്റ്റോറി പ്ലോട്ടൊക്കെ വലിയ സംഭവമാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊക്കെ ഒരു ആവറേജ് ആയാൽ പോലും ഇൻ ദ സെൻസ് അതിന്റെ മേക്കിംഗ് ഒരു കിട്ടില്ല സംഭവമാണ്. പ്രത്യേകിച്ച് ഫൈറ്റ്സിന്റെ കൊറിയോഗ്രാഫി പരിപാടിയൊക്കെ, അതൊക്കെ ഈ സിനിമയിൽ, പ്രത്യേകിച്ച് ഇതൊരു ഫൈറ്റ് പടാന്ന് പറയുന്ന സമയത്ത് ഐ ബിലീവ് ഈ പടത്തിന് നല്ല പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. അതൊരു പടമാണ്. ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു നടനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള നടനാണ്. ഒരു നടൻ എന്നുള്ള രീതിക്ക് മാത്രമല്ല, ഞാൻ പേഴ്സണലി എന്റെ ലൈഫിൽ വളരെ ചുരുക്കം സെലിബ്രിറ്റീസുകളെ ഞാൻ തുടക്കകാലത്ത് കണ്ടേക്കുന്ന സമയത്ത്, അന്ന് ഞാൻ കണ്ടേക്കുന്ന ഏറ്റവും നന്നായിട്ട് പരിചയപ്പെട്ടേക്കുന്ന ഒരു നടൻ എന്നുള്ളതിന്റെ അപ്പുറത്തോട്ടും ഒരു നല്ല മനുഷ്യൻ എന്നുള്ളതിന്റെ അപ്പുറത്തോട്ടും ഇന്ന് അദ്ദേഹം വലിയൊരു സൂപ്പർ സ്റ്റാർ ആണ്. അന്നൊക്കെ അദ്ദേഹം ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ അന്ന് കാണുന്ന സമയത്ത് അദ്ദേഹം ഗോവയ്ക്ക് കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്, ഞങ്ങളുടെ കോളേജ് വന്നിരുന്ന സമയം. പക്ഷേ ഇന്ന് അദ്ദേഹം വലിയൊരു സ്റ്റാറാണ്. സോ അത്രയും വലിയ ലെവലിൽ നിൽക്കുന്ന ഒരു ആക്ടറിന്റെ ഒരു വേറൊരു മാതിരി സാധനമാണ് ഈ മരണമാസ് എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത്. എനിക്ക് ബേസിലിന്റെ ലുക്കും ആ ഒരു പരിപാടിയൊക്കെ കണ്ട സമയത്ത് ഇത് 2 എക്സ്ട്രീമാണ് സിനിമയ്ക്ക് ഉണ്ടാവുന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത്. ഒന്നെങ്കിൽ പരിപാടി കഴിഞ്ഞു പോകും, അതല്ലെങ്കിൽ ഇതൊരു നല്ലൊരു ഫ്ലിക്കായിട്ട് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബേസിലിന്റെ ആ ഒരു പെർഫോമൻസ് ഉണ്ടെങ്കിൽ തന്നെ എപ്പോഴും അത് ഭയങ്കര രസമാണ് കണ്ടിരിക്കാനായിട്ട്. സോ ആ രീതിക്ക് ഇതൊരു ഗ്രാമത്തിൽ വെച്ച് നടക്കുന്ന ഒരു ഇവന്റ് ആണെന്നുള്ളൊരു കാര്യമാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്, മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഗ്രാമത്തിൽ വെച്ച് നടക്കുന്ന അവിടെയുള്ള ഒരു പയ്യന്റെ ഒരു ലൈഫ് പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണെന്നുള്ളൊരു കാര്യമായിരുന്നു എനിക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ മലയാളത്തിൽ ഇത്രയും 3 സിനിമകൾ ഇറങ്ങുന്ന സമയത്ത്, 10-ാം തീയതി 3 സിനിമകൾ ഇറങ്ങുന്ന
ഇറങ്ങുന്ന സമയത്തിന് ഇത് കൂടാതെ വേറെ സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ടാവും. പക്ഷെ മെയിൻലി നമ്മൾ നോക്കുന്ന ഈ 3 സിനിമകളുടെ ഒപ്പം തന്നെ തമിഴിൽ നിന്നൊരു സിനിമ വരാനായിട്ട് പോവാണ്. അതാണ് തല അജിത്തിന്റെ ഈ അടുത്ത അവസാനത്തെ ഒരു പടം എന്ന് പറയാൻ പറ്റുന്ന നേരത്തിൽ. അവസാനത്തെ പടം എന്നല്ല, പക്ഷെ ഇനി കുറച്ച് നാളുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇദ്ദേഹത്തിന്റെ ഒരു സിനിമ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉള്ളൂ. അങ്ങനെ നിൽക്കുന്ന ദി ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ ഞാൻ കണ്ടായിരുന്നു. പേഴ്സണലി ട്രെയിലറിന്റെ ആ ഒരു മേക്കിങ്ങിന്റെ ഒരു പരിപാടിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത് വലിയ സംഭവമായിട്ട് തോന്നിയിരുന്നില്ല. ലൈക്ക് സ്റ്റൺസ് ഉണ്ട്, തലാജിത്തിന്റെ ഓറ അതൊക്കെ അടിപൊളിയാണ്. പുള്ളിയുടെ ആ ഒരു മങ്കാത്ത സ്റ്റൈൽ, ആ പഴയ സാധനം, ആ ഒരു ലുക്ക് കൊണ്ടുവന്നേക്കുന്നതൊക്കെ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. സ്റ്റോറി പ്ലോട്ടും ഗംഭീരം തന്നെയായിരുന്നു. കാരണം ഇത് ലിയോ പോലത്തെ ഒരു സിനിമയാണെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത്. കാരണം ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ ആ ഒരു ദുഷ്ടതയും മറ്റൊക്കെ മാറ്റി വെച്ചുകൊണ്ട്, ആ ഒരു അലമ്പൊക്കെ മാറ്റി വെച്ചുകൊണ്ട് സമാധാനപരമായിട്ട് ഫാമിലി ആയിട്ട് ജീവിക്കാനായിട്ട് തയ്യാറാകുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അയാളുടെ ലൈഫിലോട്ട് കയറി വരുന്ന കുറേയധികം ആൾക്കാരുടെ ഇടപെടലുകൾ മൂലം അവർക്കെതിരെ തിരിച്ചടിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കഥാപാത്രത്തിന്റെ ഒരു സിനിമ പറയുന്നതാണ്, ഒരു കഥാപാത്രത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് ഈ പറയുന്ന ഗുഡ് ബാഡ് അഗ്ലി എന്നുള്ളൊരു കാര്യമായിരുന്നു മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. സോ ലിയോയിലൊക്കെ നമ്മൾ കണ്ടേക്കുന്ന പോലെ പാർത്ഥിപനായിരുന്ന 4 പേർ പോതും, അതുവേ ലിയോ ആയിരുന്ന നവ മൊത്ത ഊർമേ പോണാലും പത്താത് എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടിയാണ്. അതായത് പുള്ളി എന്താ മാതിരി ലെവലിൽ നിൽക്കുന്ന ഒരാളാന്നുള്ളൊരു കാര്യമാണ് കാണിക്കുന്നത്. പക്ഷെ തലാജിത്തിന്റെ പടങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്വീകാര്യത തമിഴ്നാട്ടിലുണ്ടെങ്കിലും കേരളത്തിലും ആൾക്കാർക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്കറിയില്ല എന്താവും ഈ ഒരു പടത്തിന്റെ ഒരു വേർഡിക്റ്റ് എന്നുള്ളത്. കാരണം നോ ഐഡിയ. ചില സമയങ്ങളിൽ എനിക്ക് തോന്നിയത് ഇപ്പൊ ലാസ്റ്റ് വന്നേക്കുന്ന പടങ്ങളടക്കം എനിക്ക് കണ്ടേക്കുന്ന സമയത്ത് വിടാമരിച്ചടക്കം നമ്മൾ അതിന്റെ ഒരു മേക്കിംഗ് കാര്യങ്ങൾ കാണുന്ന സമയത്തൊക്കെ ഗംഭീരാണെങ്കിലും പടം ഓവറോൾ നോക്കുന്ന സമയത്ത് അതിന്റെ ഒരു പേസ് പരമാവധി ഇങ്ങനെ എപ്പോഴും ആ ഒരു ലെവൽ പിടിക്കാനായിട്ട് പറ്റാറില്ല. ഒരു ഗ്രാഫ് ഒരിക്കലും ഉയർന്നു വരാറില്ല. മാത്രമല്ല ഇപ്പോൾ വന്നേക്കുന്ന ഒരു റൂമർ അനുസരിച്ച് കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഫാമിലി ഓറിയന്റഡ് സിനിമ എന്നുള്ള രീതിക്കൊക്കെ ഇതിന്റെ ഡയറക്ടർ തന്നെ ഇപ്പൊ മുന്നോട്ടേക്ക് വന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഇതൊരു മാസ് മസാല പടമല്ല, അല്ലെങ്കിൽ ഇതൊരു ഫാൻ ബോയ് സംഭവമല്ല, നേരെ മറിച്ച് ഇതൊരു ഫാമിലി പടമാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ നോ ഐഡിയ അതിനെ കുറിച്ച്. പക്ഷെ ഞാൻ പേഴ്സണലി ഏറ്റവും കൂടുതൽ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന സിനിമകളുടെ പേര് പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമ ഒരു പ്രിഫറൻസ് ആണ്, ഒരു മെയിൻ പ്രിഫറൻസ് ആണ്. പിന്നെ ബസൂക്ക എന്ന് പറയുന്ന സിനിമ, പ്രത്യേകിച്ച് ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന പടത്തിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. എന്താണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. കാരണം ഈ ഒരു പടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ പിള്ളേർക്ക് കൂടുതലും ഈ കിക്ക് ബോക്സിംഗ് പരിപാടിയിലോട്ടൊക്കെ ട്രെൻഡ് മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നു. എന്തായാലും നല്ല ഒരുപാട് പടങ്ങളാണ് ഈ മാസം റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. എനിക്ക് ആകെ വിഷമം തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും പടങ്ങൾ ഒരുമിച്ച് റിലീസ് ചെയ്യുന്ന കാരണം തന്നെ ഏതെങ്കിലും 2 പടങ്ങൾ ഏറ്റവും മുകളിൽ കയറി നിൽക്കും, ബാക്കിത്തെ പടങ്ങളൊക്കെ ഡിമാവും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ട്രെൻഡ് പൊതുവെ നമുക്ക് കാണിച്ചു നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. 4 പടങ്ങൾ നല്ലതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ വർഷം നമുക്കൊരു എക്സാമ്പിൾ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അന്വേഷിപ്പിംഗ് കണ്ടെത്തുന്ന പറയുന്ന സിനിമ ആക്ച്വലി നല്ലൊരു സിനിമയായിരുന്നു. പക്ഷെ ആ സിനിമ ഇറങ്ങിയത് ഒരുപാട് നല്ല സിനിമകളുടെ ഒപ്പം ആയതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് ചെറിയൊരു ടിപ്പ് സംഭവിച്ചായിരുന്നു. 50 കോടി കഴിച്ച പടമായിരുന്നു, ആ കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷെ അതിന്റെ പൊട്ടൻഷ്യൽ ഇനി കിട്ടിയാണ് എന്ന രീതിക്ക് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇത്രയും സിനിമകൾ ഒരുമിച്ച് ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർക്ക് എത്ര സിനിമകൾ കാണാൻ പറ്റും? ഐ മീൻ കാണുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? പൈസയല്ലേ ചിലവാകുന്നത്? ഓരോ ആൾക്കാർ ഫാമിലിക്ക് ആയിട്ട് സിനിമ കാണാൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി, റൈറ്റ്? സോ എന്താവുന്നുള്ളൊരു കാര്യം അറിയില്ല. പക്ഷെ എന്തായാലും 4 പടങ്ങളാണ് ഒരേ ദിവസം തന്നെ അവർ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഏത് പടമാണ് ആദ്യത്തെ ദിവസം തന്നെ പോയി കാണാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേര് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ച് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ നാൾസ് സൈനിങ് ഔട്ട്.